എന്താണ് നിങ്ങളുടെ ജീവിതലക്ഷ്യം? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ജീവിതം നമുക്ക് മുന്നിൽ പല മാർഗങ്ങളും തുറന്നുവയ്ക്കുന്നു. പല പല ജോലികൾ, പല പല ലക്ഷ്യങ്ങൾ. ഇതിൽ നിന്നും എന്താണ് നമ്മുടെ ജീവിതലക്ഷ്യം എന്ന് തിരഞ്ഞെടുക്കുക വളരെ പ്രയാസകരമാണ്. സമൂഹം വളരെ ചെറിയ വയസ്സിൽ തന്നെ നമ്മളെ ജീവിതമാർഗത്തിന് ഏതെങ്കിലും ഒരു ജോലി തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതമാർഗം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവി ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്നോ വളർന്ന് മുതിർന്ന ആളാകുമ്പോൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചോ ഒരു പിടിയും ഉണ്ടായിരിക്കില്ല. സത്യത്തിൽ പ്രായമായവർക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു പിടിയും ഉണ്ടായിരിക്കില്ല. ജപ്പാൻകാർ ഇക്കാര്യത്തിൽ അവരെ സഹായിക്കാൻ ഒരു ഫിലോസഫി ഉണ്ടാക്കി. അതിനെ അവർ ഇക്കിഗായ എന്ന് വിളിച്ചു. ഇക്കിഗായ എന്നതിന്റെ അർത്ഥം ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാളെ നമ്മൾ ഏത് പാത തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാൻ ഇക്കിഗായ നമ്മളെ സഹായിക്കുന്നു. ഓരോ വ്യക്തിയും മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ടും ആത്യന്തികമായി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമാണിത്. മറ്റൊന്നും ബാധകമല്ലാതെ നമ്മൾ ഒരു പ്രവൃത്തിയിൽ മതിമറന്ന് മുഴങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണതയിൽ ലയിക്കുന്നു. ഇക്കിഗായ പൂർണ്ണതയിൽ ലയിക്കാൻ തക്ക പ്രവൃത്തിയിലേർപ്പെടാൻ വേണ്ട കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതലക്ഷ്യം നിറവേറ്റാനും അത് ലോകത്തിനും നമുക്ക് ചുറ്റുമുള്ളവർക്കും ഉപകാരപ്രദമാക്കി മാറ്റുവാനും കഴിയുന്നു. പലരും അവർ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നത് നമ്മുടെ മനസ്സ് മരവിപ്പിക്കുവാനും ജീവിതം തന്നെ വെറുക്കുവാനും കാരണമാകുന്നു. തിങ്കളാഴ്ച രാവിലെ ഉണരുമ്പോൾ ആ ആഴ്ച മുഴുവൻ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യണമെന്നാലോചിക്കുമ്പോൾ ജീവിതത്തോടുള്ള ആവേശം തന്നെ മടുക്കുന്നു. ജോലി തുടങ്ങുന്നത് മുതൽ ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങണമെന്നായിരിക്കും ആഗ്രഹം. ഓരോ ദിവസം കഴിയുമ്പോഴും ഇനി എത്ര ദിവസം കൂടെ കഴിഞ്ഞാലാണ് അവധിയെന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ആ അവധി ദിവസം കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയും ഇതേ അവസ്ഥ വീണ്ടും തുടരും. ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോകും. ഇങ്ങനെ ജീവിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് താൽപ്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ നമ്മളോട് തന്നെയും നമ്മളുടെ ചുറ്റുമുള്ളവരോടും ചെയ്യുന്ന വഞ്ചന ആണ്. പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ സന്തോഷകരമായി നല്ല നിലയിൽ ജോലി ചെയ്ത് മാതൃകാപരമായ ജീവിതം നയിക്കുമ്പോൾ പലരും അവരുടെ ജീവിതത്തിൽ താൽപ്പര്യമില്ലാത്ത ജോലി ചെയ്യുന്നതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഡിപ്രഷൻ പോലുള്ള രോഗം കാരണം പലരും ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകാനാവാതെ ആത്മഹത്യയിൽ വരെ എത്തിച്ചേരുന്നു. തന്നെക്കൊണ്ട് യാതൊരു ഗുണവുമില്ല, യാതൊരു ഉപകാരവും ആർക്കുമില്ല, ജീവിതം തന്നെ ഒരു പരാജയമാണെന്ന തോന്നൽ അവർക്ക് മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന അവസ്ഥയിൽ എത്തിക്കുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. സ്വാധീനത്തിലൂടെ ജീവിതരീതിയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ സാഹചര്യത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി കൂടുതൽ ആനന്ദകരമായി മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെയും നമ്മുടെ സാഹചര്യങ്ങളെയും കൂടുതൽ മനസ്സിലാക്കി നമ്മളിപ്പോൾ ഉള്ള ജോലി ഗുണകരമല്ല എന്നും വേറെ ഒരു ജോലിയിലേക്ക് മാറുന്നതാണ് നല്ലത് എന്നും മനസ്സിലാക്കാൻ കഴിയും. അതിന് രണ്ട് രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ഒന്ന്, നമ്മൾ മാനസികമായി മാറാൻ തയ്യാറാവണം. അടുത്തത്, നമ്മുടെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവണം. കാരണം നമ്മൾ പൂർണ്ണ തൃപ്തിയോടെ സന്തോഷകരമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് പൂർണ്ണതയിൽ ലയിക്കുകയുള്ളൂ. ഇക്കിഗായ നമ്മളെ സന്തോഷത്തോടെ ഒരു ജീവിതലക്ഷ്യവുമായി എന്നും രാവിലെ എഴുന്നേൽക്കുന്നതിനു വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ശരിയായ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 4 ഘടകങ്ങളാണ് നമ്മൾക്ക് ഇക്കിഗായിൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായി നമുക്ക് ഏത് ജോലിയാണ് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുക എന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി, ആ ജോലി നമുക്ക് സന്തോഷം നൽകുന്നതായിരിക്കണം. മൂന്നാമതായി, ആ ജോലി സമൂഹത്തിന് ആവശ്യമുള്ളതായിരിക്കണം. അവസാനമായി, ആ ജോലി നമുക്ക് വരുമാനം തരുന്നതായിരിക്കണം. നമുക്ക് ഓരോന്നും വിശദമായി പരിശോധിക്കാം. 1. നമ്മുടെ ഏറ്റവും മികച്ച കഴിവ്. എല്ലാവർക്കും വിവിധങ്ങളായ കഴിവുകളുണ്ടായിരിക്കും. ചില കഴിവുകൾ നമുക്ക് ജന്മവാസയായി കിട്ടിയതായിരിക്കും, ചിലത് നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ചെടുത്തതാകും. എന്തുതന്നെയായാലും നമുക്ക് ഈ കഴിവുകളെ പരിശീലനത്തിലൂടെ കൂടുതൽ മികവുള്ളതാക്കാൻ കഴിയും. ജന്മവാസനകൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് ജന്മനാൽ കിട്ടുന്ന ശാരീരികമായ പ്രത്യേകതകളും ഉണ്ട്. ഇത് നമ്മളെ ചില ജോലികൾക്ക് അനുയോജ്യരും മറ്റു ചില ജോലികൾക്ക് അനുയോജ്യരല്ലാതെയുമാക്കുന്നു. ഉദാഹരണത്തിന്, പല ആൾക്കാർക്കും പലതരത്തിലുള്ള ബുദ്ധിശക്തിയും ശാരീരിക ക്ഷമതയും സഹാനുഭൂതിയും ഒക്കെയായിരിക്കും ഉണ്ടാവുക.
ഇത് ചിലപ്പോൾ ചില പ്രത്യേക ജോലി ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കും. പലപ്പോഴും ആൾക്കാർ അവർ ഏത് കാര്യത്തിലാണോ മോശമായത് ആ കഴിവ് നന്നാക്കിയെടുക്കുന്നതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കും. ജീവിതകാലം മുഴുവൻ അവർ എന്തു കാര്യത്തിലാണോ മിടുക്കനെന്ന് നോക്കാതെ മോശമായ കഴിവുകൾ പരിപാലിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മൾ നേരെ മറിച്ചാണ് ചെയ്യേണ്ടത്. മോശമായ കഴിവുകൾ പരിപാലിക്കുന്നതിനു പകരം നമ്മൾ ഏത് ജോലിയിലാണോ മിടുക്കരെന്ന് കണ്ടെത്തി ആ കഴിവ് കൂടുതൽ പരിപാലിക്കണം. 2. നമ്മൾക്ക് സന്തോഷം നൽകുന്ന ജോലികൾ ചെയ്യുക. ഇത് വളരെ ലളിതമായി തോന്നാം, എന്നാൽ അങ്ങനെയല്ല. ഒരാളുടെ ജോലിയിലുള്ള കഴിവ് നമുക്ക് അയാൾ ചെയ്യുന്ന ജോലി കണ്ടാൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ജോലി നൽകുന്ന സന്തോഷം എന്നത് അളന്നെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ഓരോരുത്തർക്കും വ്യക്തിപരമായ കാര്യമാണ്. അതുകൂടാതെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ചില കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ഫർണിച്ചർ പണിക്കാരനാണെന്ന് വയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കരാറെടുക്കുമ്പോൾ കൂലി കണക്കുകൂട്ടുന്നത് മാത്രമായിരിക്കും ഇഷ്ടമല്ലാത്തത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് ഈ അവസ്ഥയെ മറികടക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, കൂലി കണക്കുകൂട്ടുന്നതിന് സഹായിക്കുന്ന ആപ്പുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇക്കാര്യം ചെയ്യാൻ ഒരു സഹായിയെ വയ്ക്കുക. അതുവഴി ജോലി കൂടുതൽ ആനന്ദകരമാക്കാം. എന്നാൽ സാഹചര്യം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി പൂർണ്ണമായും നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്തതാണെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലി കണ്ടെത്തുന്നതാകും ഉചിതം. നമ്മുടെ അഭിരുചികൾ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ഒത്തുപോകുന്നതാകില്ല, അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ട കഴിവ് നമുക്കുണ്ടാകില്ല. ചുരുക്കത്തിൽ നമുക്ക് ആ ജോലിയിൽ മികവ് തെളിയിക്കാൻ ഒരു മാർഗവുമില്ല. ആ സാഹചര്യത്തിൽ നമ്മളുടെ മുഴുവൻ ധൈര്യവും സംഭരിച്ച് നമ്മുടെ കഴിവിന് അനുസരിച്ചുള്ള മറ്റൊരു ജോലിയിലേക്ക് മാറുന്നതാവും നല്ലത്. 3. സമൂഹത്തിന് ആവശ്യമുള്ള ജോലി ചെയ്യുക. നമ്മൾക്ക് എന്തൊക്കെ കഴിവുകളാണ് ഉള്ളതെന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സന്തോഷം തരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഒരു ഇക്കിഗായി ആകാൻ അതുമാത്രം മതിയാകില്ല. നമ്മൾ ചെയ്യുന്ന ജോലി ലോകത്തിന് ഏതെങ്കിലും തരത്തിൽ ആവശ്യമുള്ളതാകണം. അങ്ങനെ അല്ലെങ്കിൽ അത് വെറും ഒരു അഭിനിവേശം അല്ലെങ്കിൽ പാഷൻ മാത്രമായി പോകും. ഭാഗ്യത്തിന് മിക്കവാറും എല്ലാ ജോലികൾക്കും സമൂഹത്തിൽ ആവശ്യക്കാർ ധാരാളമുണ്ട്. ക്ലീനിംഗ്, പ്ലംബിംഗ്, കെട്ടിട നിർമ്മാണ ജോലി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ജോലി എന്തും ആകട്ടെ, ജോലിക്ക് വിളിക്കാൻ ആൾക്കാരുണ്ട്. ഏത് ജോലിക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്നറിയാൻ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി തന്നെ വിലയിരുത്തി നമ്മുടെ കഴിവുകൊണ്ട് മറ്റുള്ളവർക്കുവേണ്ടി എന്തൊക്കെ ചെയ്തുകൊടുക്കാമെന്ന് അവരെ ബോധ്യപ്പെടുത്താം. 4. നമുക്ക് വരുമാനം ലഭിക്കുന്ന ജോലി ചെയ്യുക. ചില ആളുകൾ പറയും പണം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല എന്ന്. എന്നാൽ നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് പണമില്ലാതെ ലോകം മുന്നോട്ടു പോകില്ല എന്നത്. പണമില്ലാതെ നമുക്ക് ആഹാരം കഴിക്കാനോ പുറത്തേക്ക് പോകാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ടുതന്നെ നമ്മുടെ ജോലി സന്തോഷകരമായി തുടരാനും അതുവഴി നമുക്ക് ജീവിതമാർഗമുണ്ടാവാനും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും വരുമാനം ലഭിക്കുക എന്നത് ഒരു അത്യാവശ്യ കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഒരു ഹോബി മാത്രമായി മാറും. ഹോബി എന്നത് എന്തെങ്കിലും മോശമായ കാര്യമല്ല. പക്ഷേ നമുക്ക് ഹോബിക്ക് പുറമേ പണം തരുന്ന ഒരു ജോലി കൂടെ വേണം. എന്നാലേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതുകൊണ്ടുതന്നെ ജീവിതത്തിന്റെ നല്ലൊരു സമയവും നമ്മൾ നമ്മുടെ ഹോബികളിൽ നിന്നും വിട്ടുനിന്നും നമുക്ക് പണം തരുന്ന ജോലികളിൽ വ്യാപൃതനാകണം. ഇപ്പോൾ നമ്മൾ ഇക്കിഗായിയുടെ 4 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നും എന്താണ് ഇതിൽ ഓരോ ഘടകങ്ങൾ കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്നത് എന്നും നോക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുകയും നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ മിടുക്കനുമാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു അഭിനിവേശം അല്ലെങ്കിൽ പാഷനുണ്ട്. പക്ഷെ പാഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഇക്കിഗായി ആകില്ല. കാരണം നിങ്ങളുടെ പാഷൻ ചിലപ്പോൾ ലോകത്തിന് ആവശ്യമുള്ളതാകില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ലോകത്തിന് ദോഷം ചെയ്യുന്ന കാര്യമായിരിക്കും. മാത്രമല്ല, ചിലപ്പോൾ ഇത് നമുക്ക് പണം നേടിത്തരുന്ന ഒന്നാകില്ല. ചിലപ്പോൾ ഉള്ളകാശുകൂടെ ചിലവാകുന്ന കാര്യമായിരിക്കും. എന്നാൽ ജീവിതത്തിൽ പാഷൻ ഉണ്ടാവുക എന്നത് ഇക്കിഗായിയുടെ ഭാഗമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നതും ലോകത്തിന് ആവശ്യമുള്ളതുമായ കാര്യം ചെയ്യുന്നതിനെ നമുക്ക് ദൗത്യം എന്ന് വിളിക്കാം. എന്നാൽ ദൗത്യം മാത്രമുള്ളതുകൊണ്ട് ഇക്കിഗായി ആകേണമെന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ദൗത്യത്തിൽ നമ്മൾ മികവുള്ള ആൾ ആകേണമെന്നില്ല. മാത്രവുമല്ല, ദൗത്യത്തിനിന്നും ചിലപ്പോൾ നമുക്ക് പണമൊന്നും ലഭിച്ചെന്നും വരില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലി ഒരു ദൗത്യമായി മാറുന്നത് ഇക്കിഗായിയുടെ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ചെയ്യുന്ന ജോലി ലോകത്തിന് ആവശ്യമുള്ളതും പണം ലഭിക്കുന്നതുമാണെങ്കിൽ അതിനെ നമുക്ക് തൊഴിൽ എന്ന് വിളിക്കാം.
എന്നാൽ തൊഴിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതോ നമ്മുടെ കഴിവിനനുസരിച്ചുള്ളതോ ആകണമെന്നില്ല. തൊഴിൽ എന്നത് സമൂഹത്തിന് ഗുണകരമായ കാര്യമായിരിക്കും. പലപ്പോഴും അത് നമുക്ക് സന്തോഷം നൽകുന്നില്ലെങ്കിലും നമ്മുടെ കടമ എന്ന നിലയിൽ സ്വയം വെറുത്തുകൊണ്ട് നമ്മൾ അത് ചെയ്തു തീർക്കും. അതുകൊണ്ട് തൊഴിൽ മാത്രമായും ഒരു ഇക്കിഗായി ആകണമെന്നില്ല. അവസാനമായി, നമ്മൾ ഏത് ജോലിയിലാണോ മികച്ചത് ആ ജോലി ചെയ്യുകയും ആ ജോലി നിങ്ങൾക്ക് വരുമാനം നൽകുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ വിദഗ്ധൻ എന്ന് വിളിക്കാം. എന്നാൽ ആ വിദഗ്ധന് സമൂഹത്തിന് ആവശ്യമില്ലെങ്കിലോ, അല്ലെങ്കിൽ ആ ജോലി നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ? പല ആൾക്കാരും അവരുടെ വിദഗ്ധ ജോലി വെറുക്കുന്നവരാണ്. ചിലപ്പോൾ വൈദഗ്ധ്യമുള്ള ജോലി ലോകത്തിന് ദോഷം ചെയ്യുന്ന കാര്യവുമാകാം. അതുകൊണ്ട് തന്നെ വിദഗ്ധൻ മാത്രമായതുകൊണ്ട് ഒരു ഇക്കിഗായി ആകണമെന്നില്ല. ഒരു ഇക്കിഗായി ആകുന്നതിന് 4 ഘടകങ്ങളും ഒന്നിച്ചു ചേരണം എന്നുവച്ചാൽ ഇക്കിഗായി ആകാൻ പാഷൻ, ദൗത്യം, തൊഴിൽ, വിദഗ്ധൻ എന്നീ ഘടകങ്ങൾ എല്ലാം ഒന്നിച്ചു ചേരണം. അപ്പോഴാണ് നമുക്ക് നിത്യവും രാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടെ ജോലിക്ക് പോകാൻ തോന്നുക. ആ നിലയിൽ ഒരാളെ എത്തിക്കുക എന്നതാണ് ഇക്കിഗായിയുടെ ലക്ഷ്യം. നമുക്ക് വേണ്ട കാര്യവും സമൂഹത്തിന് വേണ്ട കാര്യവും കണ്ടെത്തുക എന്നതാണ് ഇക്കിഗായിയുടെ വിജയരഹസ്യം. എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ധാരാളം കാര്യങ്ങൾ നമ്മളെ ഇക്കിഗായി ആക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തും. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ സദാസമയവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ അഭിരുചികളും സദാസമയവും മാറിക്കൊണ്ടിരിക്കുകയാണ്. 20 വയസ്സിലുള്ള അഭിരുചി ആയിരിക്കില്ല 30-ൽ ഒരാൾക്ക് ഉണ്ടാവുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അഭിരുചി ആയിരിക്കില്ല ഒരു അമ്മയായിരിക്കുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ടുതന്നെ ഇക്കിഗായി എന്നത് നിത്യവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഇക്കിഗായെ പുനർനിർവഹിച്ചുകൊണ്ടേയിരിക്കണം. താങ്ക് യു.